ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC 2024 10 മാർക്കാണ് ഇംഗ്ലീഷിൽ നിന്ന്. ആ 10 മാർക്ക് ഉറപ്പിക്കാൻ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ്, അതായത് വിത്ത് അതിൻ്റെ ഗ്രാമർ പാർട്ട്, അതുമായി സമാനമായ ചോദ്യങ്ങളും വെച്ച് നോക്കി പഠിച്ചാൽ മതി. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പങ്ക്തിയാണിത്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന്, മുൻകാല ചോദ്യങ്ങളിൽ നിന്ന്, ഇതിനു മുന്നേ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. ആ ചോദ്യങ്ങളും കൂടി കണ്ടു നോക്കുക. കുറച്ച് ചോദ്യങ്ങൾ ചെയ്യും. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ലുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് മറ്റ് 3 ഓപ്ഷൻ വരുന്നില്ല, എന്തുകൊണ്ടാണ് ഒന്ന് മാത്രം ശരി എന്നുള്ളത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പ്രശ്നം വരും. അങ്ങനെ എന്തുകൊണ്ട് മറ്റ് 3 വരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റണം. മറ്റത് നമുക്ക് തോന്നും നമുക്കിത് മനസ്സിലായി എന്ന്, ശരിക്കും അതവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ലുക്ക്ഡ് വരില്ല. എന്തുകൊണ്ട് ലുക്ക്ഡ് വരില്ല? ലുക്ക്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. ഇപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ ടെൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ സമയത്ത് പറയാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഈസ്, ആമ്, ആറ്, വാസ്, വേറെ ഇതൊന്നും ഉണ്ടാവില്ല. വില്ലും ഷാളൊന്നും ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആ V2 ഫോം, ലുക്ക്ഡ് എന്നുള്ള ഫോം മാത്രം. കണ്ടോ? ആ V2 ഫോം, ലുക്ക്ഡ് എന്നുള്ള ഫോം മാത്രം. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റോട്ട് എന്ന് മാത്രം. വാസ് റൈറ്റിംഗെന്നോ അങ്ങനെ ING ഫോം ഒന്നും വരില്ല. അതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ പാസ്റ്റിനെ റെഫർ ചെയ്യുന്ന ഒരു കീവേഡ് അതിലുണ്ടായിരിക്കണം. എക്സാമിന് ശ്രദ്ധിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പാസ്റ്റിനെ റെഫർ ചെയ്യുന്നൊരു കീവേഡ് എഗോ, മുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലുക്ക്ഡ് ഉപയോഗിക്കാം. യെസ്റ്റർഡേ എന്നോ, ലാസ്റ്റ് ഡേ എന്നോ, ലാസ്റ്റ് മന്ത് എന്നോ, 1976 എന്നോ, പഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ സന്ദർഭത്തിനനുസരിച്ച് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. സന്ദർഭത്തിനനുസരിച്ച്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ ഇവിടെ ഒരു പാസ്റ്റിനെ റെഫർ ചെയ്യുന്നൊരു വേർഡ് ഈ സെൻറ്റൻസിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ലുക്ക്ഡ് ഉപയോഗിക്കാറില്ല. ഇനി ലുക്ക് ഉപയോഗിക്കില്ല. എന്തുകൊണ്ട് ലുക്ക് ഉപയോഗിക്കില്ല? ലുക്ക് എന്ന് പറയുന്നത് വെർബിൻ്റെ V1 ഫോമാണ്. വെർബിൻ്റെ V1 ഫോം ഒരിക്കലും സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒപ്പം ഉപയോഗിക്കില്ല. ഇവിടുത്തെ സബ്ജക്റ്റ് ദ ഡ്രൈവർ സിംഗുലർ ആണ്. ഓക്കെ, ഒരൊറ്റ ആളേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലുക്സ് ആണ്. അതുകൊണ്ട് അവിടെ ലുക്സ് പറ്റും, കാരണം ദ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഈസ് ലുക്കിംഗ് പറ്റില്ല? അവിടെയാണ്. ലുക്സും ഈസ് ലുക്കിങ്ങിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഈസ് ലുക്കിംഗ് എന്താണ്? പ്രസൻറ്റ് പ്രോഗ്രസീവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ, ടെമ്പററി ആക്ഷനെ ഒക്കെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് പഠിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ LDCക്ക് വരുന്ന ഇംഗ്ലീഷ് ഗ്രാമർ സിമ്പിളാണ്. എൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ സൂപ്പറായി കിട്ടും. അതായത് ഇപ്പം മഴ പെയ്യുകയാണ്. മഴ പെയ്യുക എന്നുള്ളതിൻ്റെ വെർബ് റെയിൻ ആണെന്ന് അറിയാലോ. ഇപ്പോൾ പെയ്യുന്നു. അപ്പോൾ അവിടെ നൗ എന്നുള്ള കീവേഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇതിൽ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പെയ്യുകയാണ്, ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇപ്പം നടക്കുന്നൊരു കാര്യത്തിന് അതിവിടെ സ്യൂട്ടാവില്ല ഈസ് ലുക്കിംഗ് എന്നുള്ളത്. കാരണം ഈസ്, ആം, ആർ പ്ലസ് ING ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നു എന്നോ അല്ലെങ്കിൽ താൽക്കാലികമായി പറയുന്ന ഒരു ടെമ്പററി സിറ്റുവേഷനെയോ പറയാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റ് പ്രോഗ്രസീവ്. അതിൻ്റെ ഫോമാണ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇതിലേതെങ്കിലും ഒന്ന്, ഈസ്, ആം, ആറിൽ ഏതാണ് ആ സബ്ജക്റ്റിന് യോജിക്കാച്ചാൽ. അതുകൊണ്ട് ഇവിടെ ദ ഡ്രൈവർ ഈസ് ലുക്കിംഗ് എന്ന് പറയുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അതാണ് സ്റ്റാറ്റീവ് വെർബ്. ഇതിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണിത്. അല്ലാതെ അവിടെ വെറും സിമ്പിൾ പ്രസൻ്റ് ആണ്, ദ ഡ്രൈവർ ആയതുകൊണ്ട് ലുക്സ് എന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അത് ലുക്കിന് മാത്രം ബാധകമായ നിയമമാണ്, മറ്റുള്ളവയ്ക്കൊന്നും ബാധകമായ നിയമമല്ല. എന്താണ് ലുക്കിൻ്റെ പ്രത്യേകത? ലുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റീവ് വെർബാണ്. എന്താണ് സ്റ്റാറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റീവ് വെർബിനെ കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ ഓർക്കുക, സ്റ്റാറ്റീവ് വെർബിൽ സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുക 90% സന്ദർഭങ്ങളിലും. അല്ലാത്ത സന്ദർഭങ്ങളുണ്ട്, അതും നമുക്കിന്ന് പിടിച്ചടക്കാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ
സിമ്പിൾ പ്രസൻറ്റിന് രണ്ട് ഫോമാണ്, V1 ഓർ S ഫോം. ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം, V1 ഓർ S ഫോം. സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളം തിളച്ചും കൊണ്ടിരിക്കുകയാണ്. ഞാൻ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ എന്തിൻ്റെ കാര്യമല്ല പറയുന്നത്, സ്റ്റാറ്റീവ് വെർബിൻ്റെ കാര്യമല്ല. എന്നിട്ട് നമുക്ക് സ്റ്റാറ്റീവ് വെർബിലേക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ആ സ്റ്റൗ ഒന്ന് ഓഫാക്കാൻ പറയും. ഇപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് വാട്ടർ ഈസ് ബോയിലിംഗ് എന്ന് പറയാം. കാരണം നിങ്ങൾ പറയുന്ന സമയത്ത് ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് ബോയിലിംഗ്, ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഒരു കുഴപ്പമില്ല. അതൊരു ടെമ്പററി സിറ്റുവേഷനുമാണ്. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കിയ തള മാറുകയും ചെയ്യും, അല്ലേ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് നൗ, അവിടെ ഈസ് റെയിനിങ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ വെള്ളം എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് തിളക്കുക? നിങ്ങൾ പഠിക്കുകയാണ് PSCക്ക്. വാട്ടർ ഈസ് ബോയിലിംഗ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതൊരു ഫാക്റ്റാണ്, ഒരു ജനറൽ ഫാക്റ്റാണ്. ഇന്നലെയും വെള്ളം തിളച്ചത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്, ഇന്നും വെള്ളം തിളയ്ക്കുക 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്, നാളെയും വെള്ളം തിളയ്ക്കുക 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ഇതിപ്പോൾ നടക്കുന്നൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതുമല്ല, മറിച്ച് ഒരു ജനറൽ ട്രൂത്ത് നിങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരാൾ ഉറങ്ങുകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സിസ്റ്ററിൻ്റെ സുഹൃത്ത് വന്നു. ഇപ്പം ഇന്നലെ മുഴുവൻ പഠിച്ചിട്ട് അവിടെ നിന്ന് ഉറങ്ങുകയാണ്, തൊട്ടടുത്ത അയൽവാസിയാണ്. അപ്പോൾ നിങ്ങൾ പറയും കുറച്ച് കഴിഞ്ഞ് വന്നോളൂ, ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഇപ്പോൾ അവൾ ഉറങ്ങുകയാണ്, ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഇന്നലെ ഉറക്കൊഴിച്ച് പഠിച്ചതാണ്. അവിടെ ഈസ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചു. പക്ഷേ അവൾ പതിവായി 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ, ഇന്നലെയും ഉറങ്ങിയത് അവൾ 10 മണിക്കാണ്, നാളെയും ഉറങ്ങുക 10 മണിക്കാണ്. അപ്പം ചോദിച്ചു, ഇവൾ എപ്പോഴാണ് രാത്രി സാധാരണ ഉറങ്ങാറ്? നിങ്ങളുടെ സഹോദരിയുടെ സുഹൃത്ത് ചോദിച്ചു. അപ്പം നിങ്ങൾ എന്താ പറയുക? ഷീ സ്ലീപ്സ് അറ്റ് 10 o'clock. അവൾ സാധാരണയായി 10 മണിക്കാണ് ഉറങ്ങാറ്. ഷീ യൂഷ്വലി സ്ലീപ്സ് അറ്റ് 10 o'clock. അവിടെ സ്ലീപ്സ് എന്നേ ഉപയോഗിച്ചുള്ളൂ, കാരണം അതിന് ഇപ്പോൾ ഉറങ്ങുക എന്ന് അർത്ഥമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒപ്പം ഈസ്, ആം, ആർ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വാസ്, വേറ് അങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബ് ഒന്നും ഉപയോഗിക്കേണ്ട. ഒന്നില്ലെങ്കിൽ വെർബിൻ്റെ V1 ഫോം അഥവാ സ്ലീപ്പ്, അല്ലെങ്കിൽ വെർബിൻ്റെ S ഫോം സ്ലീപ്സ്. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ലുക്ക് പോലെയുള്ള വാക്കുകളുടെ ഒപ്പം ഈ ഈസ്, ലുക്കിംഗ് ഒന്നും സാധാരണയായി ഉപയോഗിക്കാറില്ല. കാരണം ലുക്ക് സ്റ്റാറ്റീവ് വെർബാണ്. ആ സ്റ്റാറ്റീവ് വെർബിൻ്റെ ഒപ്പം സാധാരണയായി ഉപയോഗിക്കാത്ത ഒന്നാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ്. എന്തുകൊണ്ട്? ആ സ്റ്റാറ്റീവ് വെർബും അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സ്റ്റാറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ലുക്ക് എന്നുള്ളത് സ്റ്റാറ്റീവ് വെർബാണ്. എന്തുകൊണ്ട് ലുക്ക് സ്റ്റാറ്റീവ് വെർബ് പറയുന്നു? അതൊരു സ്റ്റേറ്റിനെ സൂചിപ്പിക്കുമ്പോൾ, അതായത് തോട്ട്സ് അല്ലെങ്കിൽ ഒപ്പീനിയനെ സൂചിപ്പിക്കുമ്പോൾ, ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെ സൂചിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ സെൻസ് ഓർ പെർസെപ്ഷൻ, നമ്മൾ കാണുന്നതിനെ, നമ്മൾ കേൾക്കുന്നതിനെ, നമ്മൾ രുചിക്കുന്നതിനെ ഒക്കെ പറയുമ്പോൾ, അതായത് സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, ഫീൽ, ഇതൊക്കെ നമുക്ക് എന്താണ് സാധാരണ നമുക്കറിയാം. ഇതെല്ലാം തന്നെ എന്താണ് സാധാരണ വരുന്നത്? ഇതൊക്കെ സാധാരണ വരുന്നത് ഒരു സെൻസുകളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, പ്രിഫർ. അപ്പോൾ ഒരാൾ ഒരു കാമുകൻ കാമുകിയോട് അല്ലെങ്കിൽ കാമുകി കാമുകനോട് ലവ് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഐ ലവ് യു എന്നല്ലേ പറയുള്ളൂ? ഐ ആം ലവിങ് യു എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. കാരണം അത് ഫീലിംഗ് ആണ്, ഇമോഷനാണ്. അല്ലെങ്കിൽ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ, ഐ ആം എഗ്രീയിങ് വിത്ത് യു എന്ന് പറയില്ല അധികവും, ഐ എഗ്രി വിത്ത് യു എന്നേ പറയൂ.
ഐ ബിലീവ് ഇൻ ഗോഡ് എന്നേ പറയൂ. ഐ ആം ബിലീവിങ് ഇൻ ഗോഡ് എന്ന് പറയില്ല. ഐ നോ ഹിം എന്നേ പറയുള്ളൂ. ഐ ആം നോയിങ് ഹിം എന്ന് പല സന്ദർഭങ്ങളിലും പറയില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കില്ലേ, ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എന്ന് പറയില്ല. ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറയാം അല്ലേ, അവിടെ ഡൗട്ട് വേറൊന്നാണ്. ഐ ഡൗട്ട്സ് യു, ഞാൻ നിന്നെ സംശയിക്കുന്നു. ഐ ഡൗട്ട് യു എന്ന് പറയാം. ഡൗട്ട്സ് എന്നല്ല, ഡൗട്ട് യു. ഇവിടെയൊന്നും ആമോ ഈസോ ആറോ പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഹാവ്, ഓൺ, ബിലോങ്, പൊസസ് എന്ന് പറഞ്ഞാൽ പൊസഷനെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ പറയുമ്പോൾ. ബീയിങ് ഓർ എക്സിസ്റ്റിംഗ് ഒന്ന് ഇറ്റ് സീംസ് ടു ബി എന്ന് പറയുമ്പോൾ പറയില്ല, ഇറ്റ് സീംസ് എന്നേ പറയുള്ളൂ. ഇറ്റ് സീമിങ് ഒന്നും പറയില്ല. അതുപോലെ തന്നെ അപ്പിയർ എന്നുള്ളത് ഈസ് അപ്പിയറിംഗ് എന്നോ ആർ അപ്പിയറിംഗ് എന്നോ വേർ അപ്പിയറിംഗ് എന്നുള്ള രീതിയിലോ പറയാറില്ല. എന്തുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണ് ഇത് സ്റ്റാറ്റീവ് വെർബ് ആവാനുള്ള കാരണം? അതൊരു തോട്ടിനെ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഇമോഷനെ കാണിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സെൻസ് പെർസെപ്ഷനെ കാണിക്കുമ്പോൾ, പൊസഷനെ കാണിക്കുമ്പോൾ. ഐ ആം ഹാവിങ് എ കാർ എന്നല്ലല്ലോ പറയാറ്. എന്താണ് ഐ ഹാവ് എ കാർ എന്നേ പറയാറുള്ളൂ. ബീയിങ് ഓർ എക്സിസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടെയ്ൻ, അതൊക്കെ എന്താണ് അവിടെ ഉണ്ട്, അതിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദ ബോക്സ് കണ്ടെയ്ൻസ് 10 ബോൾസ് എന്നേ പറയുള്ളൂ. ദ ബോക്സ് ഈസ് കണ്ടെയ്നിങ് 10 ബോൾസ് എന്ന് പറയില്ല. ഇതൊക്കെ സ്റ്റാറ്റീവ് വെർബാണ്. സ്റ്റാറ്റീവ് വെർബ് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, സെൻസ് ആൻഡ് പെർസെപ്ഷൻസ്, പൊസഷൻ, റിലേഷൻഷിപ്പ്, ബീയിങ്, എക്സിസ്റ്റിംഗ്. സിമ്പിളാണ്. ഇതൊക്കെ വരുമ്പോഴാണ് ഇവിടെ എന്തുകൊണ്ട് ഈസ് ലുക്കിംഗ് എന്ന് ഉപയോഗിക്കുന്നില്ല? ഈസ് ലുക്കിംഗ് എന്താണ്? ഒരു ടെമ്പററി സ്റ്റേറ്റിനെ കുടിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസൻറ്റ് പ്രോഗ്രസീവ് ഉപയോഗിക്കുക. ടെമ്പററി സ്റ്റേറ്റ്, ഒരു താൽക്കാലികമായ അവസ്ഥ. പക്ഷെ ഇവിടെ താൽക്കാലികമായ അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. ആ ഡ്രൈവറെ കാണാൻ നിൻ്റെ ഏട്ടനെ പോലെയുണ്ട് അല്ലെങ്കിൽ അനിയനെ പോലെയുണ്ട് എന്നാണ് പറയുന്നത്. ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഇപ്പം നടക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഈസ് ലുക്കിംഗ് ഉപയോഗിക്കാത്തത്. ഇപ്പം 2 സുഹൃത്തുക്കൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. 2 പെൺകുട്ടികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അവിടെ ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. അപ്പം പറയാം നമുക്ക് ഈസ് ലുക്കിംഗ്, ഹീ ഈസ് ലുക്കിംഗ്. വായേ നോക്കുക, ചെക്കൻ പെൺകുട്ടിയുടെ വായേ നോക്കുക. നോക്കടി, ഹീ ഈസ് ലുക്കിംഗ്. അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ടെമ്പററി സിറ്റുവേഷനാണ്. നിങ്ങൾ ബസ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അവന് തന്നെ കാണാൻ പറ്റില്ല, നിങ്ങളെ കാണാൻ പറ്റില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ ഈസ് ലുക്കിംഗ് പറയാം. ഇതല്ലല്ലോ. ഇത് അയാളാ ബസ്സിൻ്റെ ഡ്രൈവർ ഇയാളുടെ കണ്ണെന്ന് പോയാലും അതേ മറ്റൊരാൾ കാണുമ്പോഴും പറയില്ലേ ബ്രദറിൻ്റെ പോലെ ഉണ്ടെന്ന് ചായ ഉണ്ടെങ്കിൽ. അപ്പം അതൊരു ഒപ്പീനിയനാണ്, അയാളുടെ ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു സെൻസാണ്. അയാൾക്ക് അങ്ങനെ തോന്നുകയാണ് അയാളെ കാണുമ്പോൾ. ഇങ്ങനെ ഒപ്പീനിയൻ അതല്ലെങ്കിൽ അത് വരുമ്പോൾ ഏതൊക്കെ തോട്ട്സ് ഓർ ഒപ്പീനിയൻ, ഫീലിങ്സ് ഓർ ഇമോഷൻസ്, അതുപോലെ തന്നെ സെൻസസ് പെർസെപ്ഷൻസ്, പൊസഷൻ, റിലേഷൻഷിപ്പ്, ബീയിങ്, എക്സിസ്റ്റിംഗ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റീവ് വെർബാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഐ ആം ലവിങ് യു തെറ്റാണ്. ഇതൊരു ഫീലിംഗ് ആണ്, നമ്മുടെ ഇമോഷനാണ്. ഐ ലവ് യു എന്നേ പറയാൻ പാടൂ കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ നിങ്ങളുടെ പ്രണയം കൊളാവാൻ നിൽക്കണ്ട. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഐ ലവ് ഐസ് എന്ന് പറഞ്ഞോ. ഐ ലവ് ഐസ്ക്രീം, ഒരു കുഴപ്പമില്ല. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇറ്റ്സ് യുവർ ഫീലിംഗ്. ഇത് ടെമ്പററി അല്ല. ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ വേറെ ഒന്നിക്ക് മാറും, പക്ഷെ ഇപ്പം ടെമ്പററി അല്ല. ഓക്കെ. ഷീ ഈസ് ന്യൂയിങ് യു. ഷീ ഈസ് ന്യൂയിങ് യു പറയില്ല. ബിക്കോസ് അതെന്താണ്? അതൊരു സ്റ്റേറ്റാണ്, അത് ടെമ്പററി അല്ല. ഷീ ന്യൂസ് യു അല്ലേ? പറയോ? പറയില്ല. നോന്നേ പറയുള്ളൂ. നോയിങ് എന്ന് പറയില്ല. നോയിങ് യു. ഷീ നോസ് യു എന്നേ പറയൂ. ഷീ നോസ് യു എന്നേ പറയും. അല്ലെങ്കിൽ ഷീ ന്യൂ യു പറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് നിന്നെ അറിയാം.
രണ്ടും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ല എന്താണെന്ന് അറിയാം, അവൾക്ക് ആൾറെഡി അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഷീ ന്യൂ യു എന്ന് പറയുന്നതാണ് നല്ലത്. എന്നാൽ ഈ വെർബുകളൊക്കെ തന്നെ രണ്ട് തരത്തിലും ഉപയോഗിക്കും. ഇപ്പോൾ ഐ ആം തിങ്കിങ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ പറയില്ല, അതൊരു തോട്ട് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്നേ പറയുള്ളൂ. ഐ ആം തിങ്കിങ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറയില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു മെൻ്റൽ സ്റ്റേറ്റ്സ് ആണ്. അതേസമയം നോക്കൂ, വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷം ചിന്തിക്കുക, ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കുക. ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു ടൂറ് പോകാം, ഇപ്പം പറയണ ഒരു, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് എ മൊമെൻറ്റ്, ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഒരു കണക്ക് ചോദിച്ചു, അതിൻ്റെ ആൻസർ എന്താ? അപ്പോൾ പറയും വെയിറ്റ് എ മൊമെൻറ്റ്, ഒന്ന് കാത്തിരിക്കുക, ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ട. അപ്പോൾ അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്, ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പം ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുമ്പോൾ ഐ ആം തിങ്കിങ് എന്ന് പറയും. അതേസമയം ഒരു ഗുഡ് ഐഡിയ ആണ് അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പീനിയൻ പറയണം. ഒപ്പീനിയൻ പറയുമ്പോൾ തിങ്ക് സ്റ്റാറ്റ്യൂ വെർബ് ആയി. ഇപ്പോൾ ഒപ്പീനിയൻ പറയുമ്പോൾ ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ ബീയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്ൻ ചെയ്യണതൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ മതി. പ്രസൻറ്റ് പ്രോഗ്രസീവ് ഒരിക്കലും ഉപയോഗിക്കരുത്. അവിടെ ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കാൻ പാടില്ല. ഐ ഹാവ് എൻ ഓൾഡ് കാർ, ഐ ഹാവ് എ ഓൾഡ് കാർ. എൻ്റെ അടുത്തൊരു പഴയ കാറുണ്ട്. ഒരു പൊസഷനെ പറയുകയാണ്. അവിടെ ഐ ആം ഹാവിങ് എ ഓൾഡ് കാർ പറയില്ല, ഒരു പൊസഷനെ കുറിച്ച് പറയുമ്പോൾ. അതേസമയം ഐ ആം ഹാവിങ് എ ക്വിക്ക് ബ്രേക്ക്, വേഗം പോരേട്ടാ, എനിക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ട്. നിങ്ങൾ ജോലിയിലാണ്, അപ്പം നിങ്ങളുടെ സുഹൃത്ത് കാണാൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം വായോ, ഐ ആം ഹാവിങ് എ ക്വിക്ക് ബ്രേക്ക്. അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. അതൊരു പൊസഷനെ അല്ല ഇവിടെ ഹാവ് സൂചിപ്പിക്കുന്നത്. അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് ടെമ്പററി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പം നോക്കൂ, ഡു യു സീ എനി പ്രോബ്ലംസ് ഇൻ ദിസ്? നിങ്ങളുടെ ഒപ്പീനിയൻ ആരായാണ്? എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയനാണ് അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്. അപ്പോൾ ഡു യു സീ എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അതേസമയം വി ആർ സീയിങ് താജ്മഹൽ, നിങ്ങളിപ്പോൾ താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വി ആർ സീയിങ് താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ. നൗ വി ആർ സീയിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ വി ആർ സീയിങ് രഘു ടുമാറോ, ഞങ്ങൾ നാളെ രഘുവിനെ, അല്ലെങ്കിൽ വി ആർ സീയിങ് രഘു നൗ എന്ന് പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല. കാരണം അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ രഘുവുമായി ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബി വരുമ്പോൾ നോക്കൂ, നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ഹീ ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. അവിടെ ബി എന്നുള്ള ഫോമിന് ഈസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഹീ ഈസ് ബീയിങ് സോ ഇൻട്രസ്റ്റിംഗ് ഒന്നും കണ്ടിന്യൂസ് ഫോമിൽ പറഞ്ഞിട്ടില്ല. ബി എന്നുള്ള ഫോമിൻ്റെ ഫോമാണ്, ബി എന്നുള്ള ഫോമിൻ്റെ സിംഗുലർ ഫോമാണ് ഈസ്. അതിൻ്റെ പ്രസൻറ്റ് പ്രോഗ്രസീവ് പറയുമ്പോൾ ഹീ ഈസ് ബീയിങ് എന്നാണ്. ഇപ്പോൾ നോക്കൂ, ഹീ ഈസ് ബീയിങ് വെരി അൺഹെൽപ്ഫുൾ. അവനെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പം ടെമ്പററി സിറ്റുവേഷനാ, ചിലപ്പോൾ മാറിയേക്കാം. ടെമ്പററി സിറ്റുവേഷനാണ്, അവനെക്കൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ പറയാണ്, പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ പോയത്. ഇപ്പം ടേസ്റ്റ് നോക്കൂ, ഇതുപോലൊരു വെർബാണ്. ദിസ് കോഫി ടേസ്റ്റ് ഡെലീഷ്യസ്. നിങ്ങളുടെ പെർസെപ്ഷനാണ്. നല്ല രുചിയുണ്ട് കേട്ടോ, അങ്ങനെ പറയാൻ പാടൂ. അതേസമയം
നമ്മൾ ചെഫ് ടേസ്റ്റ് ചെയ്യാണ് കോഫീനെ. നിങ്ങളിങ്ങനെ കാണുകയാണ് ചെഫ് ടേസ്റ്റ് ചെയ്യാണ് ഇത് നല്ലതാണോ നോക്കാൻ. അപ്പം നിങ്ങൾക്ക് പറയാം ലുക്ക് ദ ഷെഫ് അല്ലേ, ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ കോഫി. കോഫി നല്ലതാണോ എന്ന് അറിയാൻ ഒരു സ്പൂണിക്ക് എടുത്തിട്ട് രുചിച്ച് നോക്കുക, വേണ്ടത്ര സാധനങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ. ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ അപ്പയർ ചെയ്യുന്ന ആക്ഷനാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? സ്റ്റാറ്റ്യൂ വെർബ് എങ്ങനെ വരുന്നത് എന്ന്. അതുകൊണ്ടാണ് അവിടെ ദ ഡ്രൈവർ ലുക്സ് ലൈക്ക് യുവർ ബ്രദർ എന്ന് പറയാനുള്ള കാരണം. അവിടെ ദ ഡ്രൈവർ ഈസ് ലുക്കിംഗ് എന്ന് പറയില്ല. അടുത്തത് നോക്കൂ, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. എന്താ വയ്ക്കുക? എ ആണോ, ഏനാണോ, ദ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഈ ദ എന്ന് പറയുന്നതാണ് അവിടെ ഉപയോഗിക്കുക. എന്തുകൊണ്ട്? സംശയം വരും. ആ എന്നുള്ള അർത്ഥത്തിൽ ആ കുട്ടി, നമുക്ക് അറിയുന്ന കുട്ടീനെയല്ലേ നമ്മൾ ആ കുട്ടി എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ആ നിൽക്കുന്ന കുട്ടി നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം. അതേസമയം ഏതോ ഒരു കുട്ടി എന്നെ വിളിച്ചു, ഒരു എന്നാ പറഞ്ഞത്, അവിടെയാണ് എയും ഏനും ഉപയോഗിക്കുക. നമുക്ക് സ്പെസിഫിക് അല്ല, നമുക്ക് അറിയില്ല. ഇന്നതാണ് എന്ന് സ്പെസിഫിക്കായി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എ ഡോഗ് ഏതോ ഒരു നായ, എ ക്യാറ്റ് ഏതോ ഒരു പൂച്ച. പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ചേനെ നിങ്ങൾക്ക് എ ക്യാറ്റ് എന്ന് പറയണ്ട, അത് ദ ക്യാറ്റാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്യാറ്റാണ്. ഏത് ക്യാറ്റാന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ പൂച്ച എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്നെ കാണാൻ ഒരാൾ വന്നപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, എന്താ പറയുക, അപ്പോൾ ആളുടെ പേര് രാമകൃഷ്ണനാണ്, രാമകൃഷ്ണൻ വന്നിരുന്നു കാണാൻ. ഏതോ ഒരു രാമകൃഷ്ണൻ അച്ഛനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ അവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, അവൾ ഇന്നലെ വന്ന ആ രാമകൃഷ്ണൻ, അപ്പോഴാണ് ധ എന്ന് പറയാം. ഡെഫിനിറ്റാണ് അവൾക്ക് ഇന്നലെ വന്നത് എന്നുള്ള നിലയിൽ അവൾക്കറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു രാമകൃഷ്ണനല്ല. ക്ലിയർ ആവുന്നുണ്ടോ വ്യത്യാസം? അപ്പം എ ഉപയോഗിക്കേണ്ടത് എപ്പോഴാ? ഇൻഡെഫിനിറ്റ്, ആ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന്, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒന്ന്. എന്നാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സന്ദർഭം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അറിയുമെങ്കിൽ അവിടെ ദ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ ഹി അപ്ലൈഡ് ഫോർ, അവൻ അപ്ലൈ ചെയ്ത ഒരു ജോലി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ജോലിക്ക് അവൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഹി അപ്ലൈഡ് ഫോർ ചോദിക്കുന്നുണ്ട്, അവൻ അപ്ലൈ ചെയ്ത ജോലി കിട്ടിയോ? അവൻ അപ്ലൈ ചെയ്ത ആ ജോലി കണ്ടുവോ? അവിടെ നമുക്ക് തന്നെത്താൻ ആ എന്ന് വരുന്നുണ്ട്. നമ്മൾ ഇത് പഠിച്ചിട്ടാണോ? അല്ല, നമ്മൾ ഇംഗ്ലീഷ് സ്ഥിരം ഉപയോഗിക്കാത്തതുകൊണ്ട് അവിടെ ആ ഗ്രാമർ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഡ് അലൻ ഗെറ്റ് ദ ജോബ്, ദ ജോബാണ് അവിടെ വരിക. കാരണം ആ പ്രത്യേക ജോലി കിട്ടിയോ എന്നാണ്, സ്പെസിഫിക് ആണ്. അതുകൊണ്ട് ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദനെ, മറ്റൊക്കെ ഇൻഡെഫിനിറ്റ് ആണ് എയും ഏനും. അപ്പോൾ ദ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു സ്പെസിഫിക് നൗൺ ഓർ സംതിങ് ദാറ്റ് ഹാസ് ആൾറെഡി ബീൻ മെൻഷൻഡ് ഓർ ഈസ് നോൺ, മുന്നേ പരാമർശിച്ചതോ അല്ലെങ്കിൽ മുൻപേ അറിയാവുന്നതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ഇന്നലെ വന്നപ്പോൾ ഏതോ ഒരു രാമകൃഷ്ണൻ വന്നു അല്ലേ? ഇന്ന് വന്നപ്പോൾ ഇന്നലെ വന്ന രാമകൃഷ്ണനാണ്. അവിടെ നമുക്ക് ആ റെഫറൻസ് കൊണ്ട് അറിയാം. അപ്പം ഇന്നലെ വന്ന ആ രാമകൃഷ്ണൻ ദ രാമകൃഷ്ണനായി. ദ ക്യാറ്റ് ഓൺ ദ കൗച്ച് ഈസ് സ്ലീപ്പിംഗ്, ഒരു സ്പെസിഫിക് ക്യാറ്റാണ്, നിങ്ങൾക്കറിയാം. ദ ക്യാറ്റ് ഓൺ ദ കൗച്ച് ഈസ് സ്ലീപ്പിംഗ്, ആ സോഫയിലുള്ള ക്യാറ്റ്, ആ ക്യാറ്റ് ഉറങ്ങുകയാണ്. പ്ലീസ് പാസ് മീ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് ഉണ്ട് ഇങ്ങോട്ട് തരൂ, അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ട് തരൂ എന്നല്ല. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കൂ, ഒരു കടലാസ് എടുക്കൂ, ഞാൻ ഈ ഫോൺ നമ്പർ ഒന്ന് എഴുതട്ടെ, ഏതെങ്കിലും ഒരു ബുക്ക് മതി. ഇവിടെ അതല്ല, ഇവിടെ അയാൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. പ്ലീസ് പാസ് മീ ദ ബുക്ക്, ദ എന്ന് ഉപയോഗിക്കണം. ദ സൺ ഈസ് ഷൈനിങ്, അതെന്താ? സണ്ണിൻ്റെ മുന്നിൽ എ എന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒറ്റ സണ്ണേ ഉള്ളൂ, യുണീക്കായ ഒന്നേ ഉള്ളൂ, സൂര്യൻ. അതുകൊണ്ട് എ സൺ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സൂര്യൻ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒരുപാട് സൂര്യന്മാരുണ്ടോ? നമ്മുടെ കണക്കിൽ നമ്മുടെ സാധാരണ വ്യവഹാരത്തിൽ ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. പ്രപഞ്ചത്തിൽ സൂര്യനെ പോലെ ഒട്ടനവധി സൂര്യന്മാരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ വ്യവഹാരത്തിൽ ഒരൊറ്റ സൂര്യനേ ഉള്ളൂ, ഒരൊറ്റ ഹിമാലയമേ ഉള്ളൂ, ദ ഹിമാലയ. ഒറ്റ ബൈബിളേ ഉള്ളൂ, ദ ബൈബിൾ. ഒരൊറ്റ ഖുറാനേ ഉള്ളൂ, ദ ഖുറാൻ. ഒരൊറ്റ ഗീതയേ ഉള്ളൂ, ദ ഗീത. ഒറ്റ രാമനേ ഉള്ളൂ, ഏത് ദൈവം എന്നുള്ള സങ്കല്പത്തിൽ, ദ രാമൻ. ഒറ്റ അല്ലായേ ഉള്ളൂ,
പരമമായത് അല്ലേ? അപ്പൊ ദ അല്ലാ, ദ ഗോഡ് യുണീക്കാ, ഒന്നേ ഉള്ളൂ. സ്പെസിഫിക്കാ, അവിടെയൊക്കെ ദ ഉപയോഗിക്കും. റെഫേഴ്സ് ടു ജനറൽ ഓർ നൗൺ, നോൺ സ്പെസിഫിക് നൗൺ ആണ് എയും ഏനും ഉപയോഗിക്കുക. ഐ സോ എ ഡോഗ് ഇൻ ദ പാർക്ക്, ഞാൻ പാർക്കിൽ ഒരു നായയെ കണ്ടു. ഏതോ ഒരു നായനെ. ഷീ എയ്റ്റ് എൻ ആപ്പിൾ ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്, അവൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ആപ്പിൾ കഴിച്ചു. ഏതെങ്കിലും ഒരു ആപ്പിൾ, ഇന്ന ആപ്പിൾ എന്നില്ലല്ലോ അതില്. അപ്പൊ ദ ഉപയോഗിക്കുക സ്പെസിഫിക് ആയ, നോൺ ആയ, ആൾറെഡി മെൻഷൻഡ് ആയ, മുന്നേ നമ്മൾ പരാമർശിച്ച, അല്ലെങ്കിൽ സ്പെസിഫിക് ആയ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്നിനെ. എയും ഏനോ ജനറലായിട്ട് എ ഡോഗ് ഈസ് എൻ അനിമൽ, ജനറലായ കാര്യം പറയുമ്പോൾ. നോൺ സ്പെസിഫിക്, ഐ സോ എ ഡോഗ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഒരു നായയെ കണ്ടു. ന്യൂ ഇൻഫർമേഷൻ, ഒരു പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ. ഓക്കെ, ഇത് ദ സിംഗുലറിൻ്റെയും പ്ലൂരലിൻ്റെയും അൺകൗണ്ടബിളിൻ്റെയും ഒക്കെ ഒപ്പം ഉപയോഗിക്കാം. എന്തിൻ്റെ ഉപയോഗിക്കാം? ദ സ്കൈ അൺകൗണ്ടബിളാ, ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദ ബോയ്സ്, ആ കുട്ടികൾ. ദ ബോയ് സിംഗുലറിൻ്റെ ഉപയോഗിക്കാം, ബോയിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ബോയ്സ് പ്ലൂരലിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. സ്കൈ അൺകൗണ്ടബിളിൻ്റെ മുന്നേയും ഉപയോഗിക്കാം. പക്ഷേ എയും ഏനും സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എ സ്കൈ എന്നൊക്കെ പറയാം, അപ്പോൾ അത് സാഹിത്യമായി മാറി എന്ന് മാത്രം. സാധാരണ വ്യവഹാരത്തിൽ നമ്മുടെ PSC പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ എ സ്കൈ എന്ന് എഴുതിയത് തെറ്റാണ്, കാരണം സ്കൈ കൗണ്ടബിൾ ആണ്. ഇപ്പോൾ ഫർണിച്ചർ അൺകൗണ്ടബിൾ നൗണാണ്, അല്ല ഫർണിച്ചർ അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം എ ഉപയോഗിക്കാൻ പാടില്ല. എ ഫർണിച്ചർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. എ ചെയർ എന്ന് ഉപയോഗിക്കാം, ചെയർ കൗണ്ടബിളാണ്. ഇപ്പം സംഗീതം, മ്യൂസിക്, അത് അൺകൗണ്ടബിളാണ്. അതുകൊണ്ട് എ മ്യൂസിക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? ദ മ്യൂസിക് എന്ന് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ മുന്നിൽ എ എന്ന് ഉപയോഗിക്കണമെങ്കിൽ എ പീസ് ഓഫ് മ്യൂസിക് എന്ന് പറയുക, ഒരു സംഗീത ശകലം. ഇപ്പോൾ വാട്ടർ അൺകൗണ്ടബിൾ ആണ്, എ വാട്ടർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. നിർബന്ധമാണ് വാട്ടറിൻ്റെ മുന്നിൽ ഒരു എ ഉപയോഗിച്ചേ പറ്റൂ എന്ന് വാശിയുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മുന്നിൽ വെച്ച് കൊടുത്താൽ മതി. എ ഗ്ലാസ് ഓഫ് വാട്ടർ, വാട്ടറിനെ പിടിച്ച് ഗ്ലാസ്സിക്കാക്കിയാൽ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ എയും ഏനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അത് ജനറലായ ഒരു കാര്യം പറയാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂ ഇൻഫർമേഷൻ നൽകാൻ. നോൺ സ്പെസിഫിക്, നമുക്കറിയാത്ത ഏതോ ഒരു എന്നുള്ള അർത്ഥത്തിൽ പറയാനൊക്കെ എയും ഏനും ഉപയോഗിക്കും. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പമോ പ്ലൂരൽ നൗൺസിൻ്റെ ഒപ്പമോ എയും ഏനും ഉപയോഗിക്കില്ല. പക്ഷെ ഇതൊക്കെ കൗണ്ടബിളിൻ്റെ നൗണിനും മുന്നിലും അൺകൗണ്ടബിൾ നൗണിന് മുന്നിലും, അതുപോലെ തന്നെ സിംഗുലറിൻ്റെ മുന്നിലും പ്ലൂറലിൻ്റെ മുന്നിലും ഒക്കെ ദ ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ള പാഠഭാഗത്തൊന്നും കൂടി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വൺ ആഫ്റ്റർനൂൺ ഡാഷ് ഓക്സ് വാസ് ഗ്രേസിങ് ഇൻ ഡാഷ് ഫീൽഡ്. നമ്മൾ ആദ്യമായിട്ട് പരാമർശിക്കുക. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഓക്സ്, ഒരു കഥയല്ലേ, അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? എൻ ഓക്സ് വാസ് ഗ്രേസിങ് ഇൻ എ ഫീൽഡ്, ഒരു വയലിൽ ഒരു ഓക്സ് മേയുകയായിരുന്നു. എ സ്മാൾ ഫ്രോഗ്, നോക്കൂ, ഒരു തവള. ഇൻ ദ ഫീൽഡ്, സ്വഭാവം മാറി, ആ ഫീൽഡിൽ. കാരണം എന്താ? മുന്നേ റെഫർ ചെയ്തു, എ ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് റെഫർ ചെയ്തു. അതുകൊണ്ട് ഇനി രണ്ടാമത് വരുമ്പോൾ ഇൻ ദ ഫീൽഡ്. സോ നീ ഏൻ ഓക്സ് എന്ന് പറയാൻ പറ്റില്ല, മുന്നേ പറഞ്ഞിട്ടുണ്ട് ദ ഓക്സ്. അപ്പോൾ അവിടെ ദ എന്നാണ് വരിക. ദ ഫ്രോഗ് തോട്ട്, കേട്ടോ, ദ വന്നു. ദ ഫ്രോഗ് തോട്ട്, ആ തവള വിചാരിച്ചു, ഐ വാണ്ട് ടു ബിക്കം ബിഗ് ലൈക്ക്, എനിക്ക് വലുതാവണം ഏതുപോലെ? ദ ഓക്സ്, ആ ഓക്സിനെ പോലെ. ദ ഫ്രോഗ്, കണ്ടോ, ദ ഫ്രോഗ് സ്റ്റാർട്ടഡ് പഫിങ് ആൻഡ് സ്വെല്ലിങ്, ശ്വാസമൊക്കെ ഉള്ളിക്ക് വലിച്ചിങ്ങനെ വീർപ്പിക്കാൻ തുടങ്ങി. ആം ഐ ആസ് ലാർജ് ആസ് ഡാഷ് ഓക്സ്, ചോദിക്കുകയാണ് ആര്? നമ്മുടെ തവള. ഞാനിപ്പോൾ എന്തിനെ പോലെ? ഒരു ഓക്സിനെ പോലെ വലിപ്പമുണ്ടോ? അവിടെ ഒരു ഓക്സാണ്, ആ ഓക്സിനെ പോലെ എന്നില്ല. അവിടെ ദ ഓക്സ് ആണ്, ആ ഓക്സിനെ പോലെ വലിപ്പമുണ്ടോ, അല്ലെങ്കിൽ ഒരു കാളയെ പോലെ വലിപ്പമുണ്ടോ? അവിടെ ദായും എയും കൊടുക്കാം വേണമെങ്കിൽ. പക്ഷെ ആ ഓക്സിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ ദ ഓക്സ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എൻ ഓക്സ്.
ഹി ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട്സ്. നോ നോ ദേ റിപ്ലൈഡ്. അവർ പറഞ്ഞു ഇല്ല. ദ ഫ്രോഗ് പഫ്ഡ് ഹിംസെൽഫ് അപ്പ് മോർ ആൻഡ് മോർ. കൂടുതൽ ശ്വാസം വലിച്ചു കയറ്റി. ട്രൈങ് ടു റീച്ച് ദ സൈസ് ഓഫ് എൻ ഓക്സ്. ഒരു ഓക്സിൻ്റെ അത്ര വലിപ്പം. ആ ഓക്സിൻ്റെ വലിപ്പം വേണമെന്നില്ല, ഒരു ഓക്സ്, പൊതുവായ ഒരു ഓക്സിൻ്റെ വലിപ്പം. ഇപ്പോൾ ഒരു ജനറലായിട്ട് പറയുകയാണ് അവിടെ. നൗ ആസ്ക്ഡ് ദ ഫ്രോഗ്. ഇപ്പോഴോ പ്ലീസ് ഡോണ്ട് ട്രൈ എനിമോർ. ഇനി കൂടുതൽ ശ്രമിക്കണ്ട. യു ആർ ഓൺലി എ ഫ്രോഗ്. നീ ഒരു തവള മാത്രമാണ്. ഒരു പർട്ടിക്കുലർ തവളയല്ല, ആ ജനറലായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ എ ഫ്രോഗ് മതി. യു കാൺ ബിക്കം എൻ ഓക്സ്. നിനക്ക് ഒരു ഓക്സ് ആവാൻ പറ്റില്ല. ആ ഓക്സ് എന്നല്ല, ജനറലായിട്ട് പറയാണ് നിനക്ക് ഒരു ഓക്സ് ആവാൻ പറ്റില്ല. പ്ലഡഡ് ഹിസ് ഫ്രണ്ട്സ്. അവരെ ഫ്രണ്ട്സ് അവളോട് മാനിയേനെ അവരോട് എന്ത് ചെയ്തു? പ്ലഡഡ് എന്ന് പറഞ്ഞാൽ വേണ്ട, ഈ വേണ്ടാത്തതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞു. ബട്ട് ദ ഫ്രോഗ് കണ്ടിന്യൂഡ്. പക്ഷെ ആ തവള വീണ്ടും ടു പഫ് ആൻഡ് സ്വെൽ ലാർജർ ആൻഡ് ലാർജർ അണ്ടിൽ ഹി ഫൈനലി ബേസ്റ്റ്. തകരാറായിപ്പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇത്രയുള്ളൂ. മുന്നേ റഫർ ചെയ്താൽ പിന്നെ ദ ഉപയോഗിക്കുക, അറിയുമെങ്കിൽ ദ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒന്നേ ഉള്ളൂ. സണ്ണിനെ പോലെ അല്ലെങ്കിൽ എർത്തിനെ പോലെ വെച്ചാൽ ദ ഉപയോഗിക്കുക. ദാറ്റ്സ് ആൾ. അതാണ് ദായും ഡെഫിനിറ്റ് ആർട്ടിക്കിളും എയും ഏനും തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം തന്നെ നമ്മളുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് ഈ ക്ലാസ്സുകളൊക്കെ തന്നെ. അതിൽ വീഡിയോ ക്ലാസ് ഉണ്ട്, അതിൽ മറ്റേ നോട്ട്സ് ഉണ്ട്, അതിൽ എന്തുണ്ട്, ദിനം പ്രതിയുമുള്ള ഡെയിലി പ്ലാൻ ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ഒരു ഡെയിലി പ്ലാൻ, ഡെയിലി എക്സാംസ്, അതുപോലെ തന്നെ നോട്ട്സ്, ആ ക്ലാസ്സിൻ്റെ അന്നത്തെ മറ്റേ വീഡിയോ ക്ലാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം. ഷീ ഹാസ് നെവർ സീൻ ഹിം. ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഹെൽപ്പിംഗ് വെർബ് വേണം, ചിലപ്പോൾ ഒരു നോട്ട് വേണം, പിന്നെ പ്രൊനൗണും വേണം. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നിൽക്കുന്നത്. ഇവിടെ ഹെൽപ്പിംഗ് വെർബാണ് ഹാസ്. അപ്പോൾ ഇവിടെ ഹാസ് വെച്ച് തുടങ്ങാം. ഇനി നോട്ട് വേണോ വേണ്ടേന്നറിയാൻ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആവാൻ അതിൽ നോട്ട് ഉണ്ടാവാൻ പാടില്ല, നെവർ ഉണ്ടാവാൻ പാടില്ല, നെയ്തർ പോലെയുള്ള ആ നോ സൂചിപ്പിക്കുന്ന ഒരു വാക്കും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം സ്കെയർലി നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് നെവർ സീൻ ഹിം. ഇവിടെ നെവർ വന്നിട്ടുണ്ട്, നെഗറ്റീവാണ് സെൻറ്റൻസ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ നോട്ട് വേണ്ട. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നോട്ട് വേണ്ട. അപ്പോൾ ഹാസ്, ഇനി പ്രൊനൗൺ മതി. അവിടെ എന്താ? ഹാസ് ഷീ. ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ ആൻസറായി. സോ ഹാസ് ഷീ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. അതാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കൊക്കെ നന്നായി എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങളൊക്കെ നന്നായി നോക്കുക.